എല്ലാവരും അവരുടെ ഫോണും ചാവി എടുത്ത് നട്ടപ്പാതിരയ്ക്ക് ഒരു നൈറ്റ് റൈഡ്. അതായിരുന്നു ഞങ്ങളുടെ ഇന്നലത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. ഇതിൽ ചെറിയൊരു വിഷമമുണ്ട്, കാരണം ഞങ്ങൾ എല്ലാ കസിൻസും ഇവിടെ ഇല്ല. എങ്കിലും ഇവിടെ ഉള്ള ആയിരിക്കുന്ന കസിൻസൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇന്നലത്തെ ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൈറ്റ് റൈഡിന് ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത സ്ഥലം വേറെ ഒന്നല്ല, നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശോഭ സിറ്റി മാളാണ്. ഏറ്റവും നല്ല ഭംഗിയിൽ രാത്രിയിൽ തിളങ്ങി നിൽക്കുന്ന സ്റ്റാറിൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു ശോഭ മാൾ. മുമ്പ് ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യമാണ് ഞങ്ങൾ കുറച്ചധികം കസിൻസൊക്കെ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലായിരുന്നു ഇന്നത്തെ ദിവസം. ആൻഡ് ഞങ്ങൾ ആദ്യം അവിടെ പോയിട്ട് ഒരു വാച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വാച്ച് നോക്കി. ആൻഡ് ഇപ്പം ഞങ്ങളിങ്ങനെ എക്സലേറ്റർ കയറി മുകളിലേക്ക് പോകുന്നത് വേറെ ഒന്നല്ല, ഈ ജഗന് ഒരു പുതിയ ടീഷർട്ട് മേടിച്ചു. ഇവന് ടീഷർട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങളത് നല്ലൊരു ടീഷർട്ട് വാങ്ങാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് കുറച്ച് ഷോയൊക്കെ കാണിച്ച് എക്സലേറ്റർ ഇറങ്ങി വീണ്ടും അത് പറയാൻ വിട്ടുപോയി, മിറർ സെൽഫിയുടെ കാര്യം പിന്നെ പറയണമല്ലോ അല്ലേ. അപ്പോൾ മിറർ എവിടെ കണ്ടാലും നമുക്ക് സെൽഫി നിർബന്ധമാണ്. അതിനനുസരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തു. അവിടുന്ന് നേരെ ഇറങ്ങിയത് നമ്മളുടെ പൊട്ടാറ്റോ ചേട്ടൻ്റെ അടുത്തേക്കായിരുന്നു. നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ഈ പൊട്ടാറ്റോ ഞങ്ങൾ ആ സമയം അവിടെ നോക്കിയപ്പോൾ നല്ല രസത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 3 എണ്ണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിനുശേഷം പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഇങ്ങനെ നോക്കി നിന്നു, വേറെ പണിയില്ലല്ലോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തു. ആക്ച്വലി ഇതിൽ ഇയാളിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പുള്ളപ്പില്ലേ, ഈ ഒരു സമയത്ത് നമ്മളുടെ പണ്ട് സ്കൂളിൽ കളർ പേപ്പർ ക്രാഫ്റ്റ് കാണിക്കില്ലേ, അതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നൊക്കെ വാങ്ങി ഞങ്ങൾ നല്ല പറ്റിയൊരു സ്പോട്ട് അന്വേഷിച്ച് നടന്നു. അങ്ങനെ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ മെല്ലെ അതങ്ങനെ കറുമുറും അകത്താക്കി. അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ദാഹിച്ചു. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ജ്യൂസിൻ്റെ ഷോപ്പിലേക്ക് പോയി. നമ്മളവിടെ വർത്താനം പറഞ്ഞ് ഫുള്ള് ഷോ ഓഫ് തന്നെ. അവിടെ പോയി ജ്യൂസ് പോലായിരുന്നു പോയത്. അവിടെ പോയിട്ട് നമ്മളൊരു 6 ഷെയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷെയ്ക്ക് വരണ വരെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഗെയിംസൊക്കെ കളിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്യാൻഡി ക്രഷിലെ ഒരു ലെവൽ തകർത്തപ്പുണ്ടായി ഞങ്ങളുടെ സന്തോഷമാണ്. ആൻഡ് ഇതെൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയുടെ കഴിവാണ്. കണ്ടില്ലേ, നല്ല ഈ ഫ്രെയിം കണ്ടപ്പോൾ ഞാൻ ഇനി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി ചാടി എടുക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഷെയ്ക്കൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടി എടുത്ത് ഞങ്ങളെല്ലാവരും ചട്ടപ്പട അടിച്ച് കയറ്റി കുറേ അങ്ങോട്ട് ഷെയർ ചെയ്തു. ആർക്കും അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പ്ലാനാക്കിയപ്പോഴാണ് അവിടെ നമ്മളുടെ ട്രോളിക്കുട്ടനെ കണ്ടത്. അപ്പോൾ ഞങ്ങളൊരു റേസൊക്കെ നടത്തി ആദ്യം എത്തിയത് അവളായിരുന്നു, കസിനായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഡ്രൈവറാവാം, നീ പാസഞ്ചർ ആവുമെന്ന്. അങ്ങനെ ഞാനകത്തിരുന്നു. അവളുടെ ആ ഒരു സ്പീഡ് കണ്ടപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ടിടിക്കോ ഈശോയെ എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവളത് വളരെ തകൃതിയായി തന്നെ സേവ് ചെയ്തു. അതിനുശേഷം നല്ല റൈഡായിരുന്നു. ഇതിൽ തന്നെ കുറച്ച് ചേട്ടന്മാരൊക്കെ അതിനെ പോകുന്നുണ്ടായിരുന്നു ഇവിടെ വർക്ക് കഴിഞ്ഞിട്ട്. അവരൊക്കെ നോക്കി നിന്ന് ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അത് മേടിച്ച് വെച്ചു. പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ എല്ലാം കഴിഞ്ഞ് ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് അത്യാവശ്യം ടൈമെടുത്ത്, ഷോപ്പിൽ കുറേ ടൈമെടുത്ത് അവിടെ ആ ഒരു നൈറ്റ് ചില്ല് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കസിൻസ് മാത്രമായിട്ടിരുന്ന് സംസാരിച്ച് അടിപൊളിയായിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് പറയാനുള്ളത് ഈറ്റ്, സ്ലീപ്പ്, പ്ലേ, റിപ്പീറ്റ് ഇത് തന്നെയാണ് ഗൈസ്. സോ സ്റ്റേ മോട്ടിവേറ്റഡ്, സ്റ്റേ ട്യൂൺഡ്.